കാർഗിൽ യുദ്ധസ്മരണകൾക്ക് 26 വയസ്സ്. ഇന്ത്യൻ മണ്ണിൽ നുഴഞ്ഞുകയറി രാജ്യത്തിന്റെ അഭിമാനത്തിന് വിലയിട്ട പാക് സൈന്യത്തെ ശക്തമായി പ്രതിരോധിച്ച ഇന്ത്യൻ സൈന്യം വിജയം നേടിയ സുദിനം. കാർഗിൽ വിജയ് ദിവസ്. 1999 ജൂലൈ 26 ജമ്മു കാശ്മീരിലെ കാർഗിൽ മേഖലയിൽ പാകിസ്ഥാന്റെ അതിക്രമത്തിനെതിരെ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ വിജയ് വിജയകരമായി സമാപിച്ച ദിനമാണ് കാർഗിൽ വിജയ് ദിവസായി ആചരിക്കുന്നത്. വളരെ മുന്നൊരുക്കത്തോടെ നടത്തിയ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ അതീവ രഹസ്യമായ ഓപ്പറേഷൻ ബാദറിന് മറുപടിയായി ഇന്ത്യയുടെ ഓപ്പറേഷൻ വിജയ് ആഞ്ഞടിച്ചപ്പോൾ പാകിസ്ഥാന് നാണം കെട്ട തോൽവിയുമായി മടങ്ങേണ്ടി വരികയായിരുന്നു. ശ്രീനഗർ, കാർഗിൽ, ലേ ഹൈവേ ഉൾപ്പെടെ നിർണായക പ്രദേശങ്ങൾ അധീനതയിലാക്കുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. പാകിസ്ഥാൻ പട്ടാളം അതിർത്തിക്കപ്പുറത്ത് ശക്തമായി നിലയുറപ്പിച്ച ശേഷമാണ് ഇന്ത്യക്ക് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണം ഏകദേശം 50 ദിവസം നീണ്ടുനിന്നു. ഒടുവിൽ ശക്തമായ ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞ പാകിസ്ഥാൻ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങളും അതിൽ കൂടുതലും വിട്ട് പിന്മാറുകയായിരുന്നു. 26,000 അടി ഉയരത്തിൽ ഭയമില്ലാതെ മുന്നേറിയ ധീര സൈനികരുടെ രക്തസാക്ഷിത്വമാണ് കാർഗിൽ വിജയത്തിന്റെ പിന്നിൽ. ക്യാപ്റ്റൻ വിജയ് അന്തോണി, ക്യാപ്റ്റൻ വിക്രം ബത്ര, ഗ്രനേഡിയൻ യോഗേന്ദ്ര സിംഗ് യാദവ്, റൈഫിൾമാൻ സഞ്ജയ് കുമാർ തുടങ്ങി അനേകം പേരുടെ ധീരത ഇന്നും നമ്മൾ മനസ്സിലോർക്കുന്നു. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് 527 ധീര ജവാന്മാരെയാണ്. കാർഗിലിൽ ഇന്ത്യ കുറിച്ചത് വെറുമൊരു യുദ്ധത്തിന്റെ വിജയമല്ല, ആത്മാഭിമാനത്തിന്റെ വിജയമായിരുന്നു. 527 ധീര ജവാന്മാർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ച് ജൂലൈ 26 എല്ലാ വർഷവും രാജ്യം ആ ഓർമ്മ പുതുക്കുന്നു.